മിഡ് വീക്ക് എവിഷനിലൂടെ ഹൗസിൽ നിന്ന് പുറത്തായ നൂറയുടെ സാധനങ്ങൾ ഇത്രയും പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് അനുമോള്. എല്ലാ സാധനങ്ങളും അതാത് സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് അടുത്ത കവറിലേക്ക് അത് പാക്ക് ചെയ്ത് മാറ്റിയാണ്. നൂറ എവിക്റ്റായി പോകുന്ന സമയത്ത് അനുമോളോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സാധനങ്ങളൊന്ന് എടുത്ത് വെച്ചേക്കണേ. നൂറ പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ഓരോന്നും പറക്കി കൂട്ടി വെച്ചിട്ട് ഷാനവാസും അനീഷും ഒക്കെ സൈഡിൽ നിൽപ്പുണ്ട്. അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോൾ ഓരോന്ന് പറക്കുന്നതും എല്ലാം പാക്ക് ചെയ്യുന്നതും ഒക്കെ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അനീഷ് അങ്ങോട്ട് വന്നിട്ട് കവറൊക്കെ ഒന്ന് പിടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്, ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിക്റ്റായി പോകുന്ന ആ ഒരു തൊട്ട് മുന്നത്തെ നിമിഷം വരെയും മിണ്ടാത്ത നിന്ന ഒരു വ്യക്തിയുടെ സാധനങ്ങളാണ് അനുമോൾ ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു മനസ്സാണെന്ന് നോക്കിയേ. ആ ഹൗസിൽ 1 മുതൽ 100 വരെയുള്ള ദിവസങ്ങളിൽ എത്രയോ തവണകളിൽ അവർ തമ്മിൽ പിണങ്ങിയിട്ടുണ്ട്. ലോകം മൊത്തം അറിയുന്ന കണക്കുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. എന്തുമാത്രം ചർച്ചകളായതാണ് നൂറയും ആദിലയും അനുമോൾക്കെതിരെ നടത്തിയ ഓരോ പ്രശ്നങ്ങൾ. എന്നിട്ട് പോലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ട് പോലും അനുമോൾ ഔട്ടായി പോയ നിമിഷത്തിൽ നൂറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. അനുമോൾക്ക് ഒരു പിണക്കവും ഇല്ല, ഒന്നുമില്ല. എത്ര പ്രാവശ്യം ഇവർ പിണങ്ങിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇണങ്ങുമ്പം അനുമോൾ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അനുമോൾക്ക് ഒരു പിണക്കവും ഇല്ല. അവസാന സമയമായപ്പോഴാണ്, നിരന്തരം പിണങ്ങുന്ന സമയമായപ്പോഴാണ് അനുമോൾ പിന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്. അതിന് മുമ്പ് ഇവരെത്ര പിണക്കം കാണിച്ചാലും അനുമോൾ വീണ്ടും പിന്നെയും 2 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും കുത്തി നോവിക്കും, വീണ്ടും പിണങ്ങും. അങ്ങനെ എത്ര ദിവസങ്ങൾ കടന്നതിന് ശേഷമാണ് ഈ 100ാമത്തെ ദിവസത്തിലേക്ക് എത്തുന്നത്. അവർക്ക് അനുമോളെന്ന് പറയുന്ന ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഭാഗ്യം വേണമായിരുന്നു. അവരത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചില്ല. ഇനി പുറത്തിറങ്ങിയിട്ട് അനുമോൾ എങ്ങനെ ഇവരോട്, എനിക്ക് തോന്നുന്നില്ല അനുമോൾ പിണങ്ങിയിരിക്കുമെന്ന്. കാരണം ഇപ്പം തന്നെ 100 ഔട്ടായപ്പോൾ അനുമോൾ കാണിക്കുന്ന ആ ഒരു സ്വഭാവം കണ്ടോ. ആ നിലയ്ക്ക് വെച്ച് അനുമോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമായിരിക്കും കുറച്ചൊക്കെ. എന്നാലും അനുമോളുടെ മനസ്സിൽ എപ്പോഴും അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ.